പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എറണാകുളത്ത് നിന്നും കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഫിഫ വേൾഡ് കപ്പ് 5-ാം ദിവസ കളിയുടെ അവലോകനത്തിനായിട്ട് സാധാരണ പോലെ എല്ലാ ദിവസവും പോലെ വരുന്നു. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഭ്രാന്തൻ്റെ ചിന്താഗതികളെന്നോ, അല്ലെങ്കിൽ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ അടർബാസിനെ വെച്ചിട്ട്, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളെന്നോ എന്ത് വേണേലും വിളിക്കാം. കുറച്ച് ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്, എൻ്റെ കുട്ടികൾ എന്നെ കളിയാക്കുന്നുണ്ട്. എന്നാലും ഈ ഫുട്ബോൾ ഭ്രാന്ത് കാരണം ഇതൊക്കെ ചെയ്തു പോകുന്നതാണ്. പണ്ടൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിക്കുമ്പോഴെങ്കിലും ഫുട്ബോൾ കളി കാണുന്നത് ഒറ്റക്കല്ല, കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി കളിക്ക് മുമ്പ് ചർച്ച, കളിക്ക് ശേഷം ചർച്ച, അങ്ങനെ നമ്മൾ ആ ഒരു സ്പിരിറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ടിരുന്ന് സംസാരിക്കാനൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്. അഭിപ്രായങ്ങൾ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. ആൾക്കാർക്ക് സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടൊക്കെ ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം വരെ കൂട്ടുകാരായിട്ടിരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം മക്കളായിട്ടിരുന്ന കാണുന്നത്. മക്കൾക്ക് നമ്മുടെ പോലെ ഇത്രയും ഫുട്ബോളിന് ഭ്രാന്തൊന്നുമില്ല, എന്നാലും ഇൻട്രസ്റ്റിംഗ് ആണ്, അവർ കളി കാണുന്നുണ്ട്. പക്ഷെ ഉറക്കൊളിച്ച് 4 കളിയൊന്നും കാണാറില്ല. ആദ്യത്തെ ഒരു കളിയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങും. അപ്പോൾ കളിയിലോട്ട് വരാം. ആദ്യത്തെ കളി സ്പെയിൻ കാബോ വെർഡെ പുതിയൊരു കൺട്രിയാണ്, ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്ത് വരുന്നതാണ്. ഒരു ആഫ്രിക്കൻ കൺട്രി. കാണാനായിട്ട് എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടി ഒരു കളി കാണണമല്ലോ. അതിനേക്കാളും കൂടുതൽ സ്പെയിനാണ് ഓപ്പണൻറ്റ്. ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ കപ്പെടുക്കുമെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവചനങ്ങളും AI പ്രവചനങ്ങൾ പോലും സ്പെയിന് അനുകൂലമാണ്. സ്പെയിന്, ഫ്രാൻസ്, ഇവർ രണ്ടുമാണ് ഏറ്റവും ഫേവറേറ്റ്. അതിൽ ചില സ്ഥലത്ത് സ്പെയിനാണ് കുറച്ച് എഡ്ജുള്ളത്. അപ്പോൾ അവരുടെ കളി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതല്ലാതെ തന്നെ സ്പെയിൻ്റെ കളി ഒരു 2019, അതായത് ഒരു 2000-ന് ശേഷം അവരുടെ കളിയൊക്കെ മാറി ടിക്കറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ ശൈലിയൊക്കെ മാറ്റി ഏറ്റവും കൂടുതൽ സമയം ബോൾ പൊസിഷൻ ചെയ്ത് കളിക്കുക, ചെറിയ ചെറിയ പാസുകളിലൂടെ മാക്സിമം ടൈം ഫുട്ബോൾ അവരുടെ കൺട്രോളിലുണ്ടാകുക, അവസരം ഒത്തു വരുമ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യുക, ഗോൾ സ്കോർ ചെയ്യുക. അപ്പോൾ ആ കളി കാണാനായിട്ടൊരു രസമുണ്ട്. യൂറോപ്യൻ ശൈലി എനിക്കത്ര ഇഷ്ടമല്ല. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. അപ്പോൾ സാമനൃത്തം പോലെയുള്ളൊരു കളി, നന്നായിട്ട് പാസ് ചെയ്ത് കളിയായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാത്തവരും ഉണ്ടാവും. യൂറോപ്യൻ ശൈലി ഇഷ്ടമല്ലെന്നല്ല പറയണേ, സൗത്ത് അമേരിക്കൻ ശൈലിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ യൂറോപ്പിൽ കളിക്കണ സ്പെയിനിൻ്റെ കളി നാച്ചുറലായിട്ട് നമുക്കിഷ്ടം തോന്നുന്നു. അങ്ങനെ കളി കാണാനിരുന്നതാണ്. ഈ കളിയുടെ റിസൾട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗോളൊന്നും അടിക്കാതെ സമനിലയിൽ പിരിഞ്ഞു. അപ്പോൾ കപ്പ് നേടാമെന്ന് വിചാരിച്ചിരുന്ന സ്പെയിനിൻ്റെ ഗതികേട്, അല്ലെങ്കിൽ അവർ ഗോളടിക്കാനായിട്ട് പരാജയപ്പെട്ടു, സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കാബോ വെർഡെയുടെ ഗോൾ കീപ്പർ 40 വയസ്സിന് മേളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല. 1-2 കളി കൂടി കഴിഞ്ഞായിരിക്കും അയാളുടെ പേര് എനിക്ക് ഓർമ്മ വരിക. അദ്ദേഹത്തിനെ സമ്മതിക്കണം. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എന്തോരം ഗോൾ അതിൻ്റെ അകത്ത് കയറിപ്പോയായിരുന്നു. സൂപ്പറായിരുന്നു. ഇത്രയും നല്ല ഒരു ഗോൾ കീപ്പറിനെ, അല്ലെങ്കിൽ ഇത്രയും സേവുകൾ നടത്തിയൊരു ഗോൾ കീപ്പറിനെ ഇതുവരെയുള്ള വേൾഡ് കപ്പിൽ ഞാൻ കാണാൻ പറ്റിയിട്ടില്ല. സാധാരണ നല്ലൊരു ടീമിന് എത്ര നല്ല ഗോൾ കീപ്പർ ആയാലും ഇത്രയും ഈ 90 മിനിറ്റ് ഗോള് പലയും ഒരു പടയാളിനെ പോലെ, ഒരു പട്ടാളക്കാരനെ പോലെ കാക്കുക എന്ന് പറഞ്ഞൊരു അവസരവും കിട്ടിക്കാണത്തില്ല. ഇന്നലെ അതുണ്ടായി. മാൻ ഓഫ് ദ മാച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാം. സൂപ്പർ മാൻ ഓഫ് ദ മാച്ച്. അതുപോലെ തന്നെ അവരുടെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യാനേ പറ്റില്ല. സ്പെയിൻ വളരെ പ്രതിഭാസമ്പന്നരായ ഇഷ്ടംമാരെ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അവർ മുഴുവനും സ്ട്രെങ്ത് ഇറക്കിയിട്ടൊന്നുമില്ല. എന്നിരുന്നാലും പിന്നീട് എല്ലാവരെയും ഇറക്കി, എല്ലാവരെയും പരീക്ഷിച്ചു. എന്നിട്ട് ഒരു ഗോൾ പോലും കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ കപ്പ് നേടാൻ പോണ സ്പെയിൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താവും സ്ഥിതിയെന്ന് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഗ്രൂപ്പ് എച്ചിലെ തന്നെ 2ാമത്തെ കളി സൗദി അറേബ്യ ഉറുഗ്വേയായിരുന്നു. സൗദി അറേബ്യ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിൽ കപ്പ് നേടിയ അർജൻറ്റീന ഞെട്ടിച്ച ടീമാണ്. പക്ഷെ അത് അവരുടെ നാട്ടിലായിരുന്നു കളി.
അവർ സ്ഥിരമായിട്ട് ഏഷ്യൻ കൺട്രീസിനെ പ്രതിനിധീകരിച്ച് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമാണ്. വലിയ അത്ഭുതങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഉറുഗ്വേ 2 വർഷം ചാമ്പ്യന്മാരായ. ഇപ്പോൾ അവരുടെ കണ്ടീഷൻ അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തുടക്കത്തിൽ 1930കളിൽ അവരായിരുന്നു വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ടീം. 2 വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവർ സ്ഥിരമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നതാണ്. എല്ലാ കളിയല്ല, ഭൂരിപക്ഷം കളികൾ കളിച്ചിട്ടുണ്ട്. നല്ല നല്ല കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫോർലാന് അവസാനം ഇപ്പോഴും ഉണ്ട് നല്ല കളിക്കാർ. പക്ഷേ സൗദി അറേബ്യക്ക് അവരെ 1-1 സമനിലയിൽ തളക്കാൻ പറ്റിയത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള സ്ഥിതി സ്പെയിന്, കാർബോവേഡ്, സൗദി അറേബ്യ, ഉറുഗ്വേ എല്ലാവരും ഓരോ കളി കളിച്ച് എല്ലാവർക്കും ഓരോ പോയിൻ്റ് വരെ കിട്ടിയിട്ടുണ്ട്. സമനിലയുടെ ഘോഷയാത്രയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ടീമായിരിക്കും ക്വാളിഫൈ ചെയ്ത് നോക്കൗട്ടിലോട്ട് പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അത്രയേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത കളി ഉണ്ടായിരുന്നത് ബെൽജിയം ഈജിപ്റ്റാണ്. വളരെ ആഗ്രഹിച്ച് കണ്ട കളിയാണ്. ബെൽജിയം നല്ലൊരു ടീമാണ്, യൂറോപ്യനിലെ നല്ലൊരു ശക്തിയാണ്. അവർ കപ്പൊന്നും ഇതുവരെ നേടിയിട്ടില്ലെങ്കിലും ഇടക്കാലത്ത് അവർ ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ നമ്പർ 1 ആയിരുന്നു. അതേപോലെയുള്ള നല്ല കളിക്കാരൊന്നും ഇപ്പോൾ ഇല്ലെങ്കിലും അവർ നല്ലൊരു സ്ട്രോങ് ടീം തന്നെയാണ് യൂറോപ്പിൽ നിന്നുള്ള. ബെൽജിയം വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ കുറച്ച് കളികളെ കളിച്ചിട്ടുള്ളൂ. എങ്കിലും മുഹമ്മദ് സല ഇനി വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കില്ല എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളി കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു. ഈജിപ്റ്റ് നന്നായി കളിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. റിസൾട്ട് 1-1 ഡ്രോ ആണെങ്കിലും ഈജിപ്റ്റ് ആദ്യം ഗോളടിച്ചു. മിക്കവാറും ആ 1-0 ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഹാഫ് ടൈമിന് ശേഷം അവസാനം ഒരു പ്രായം, മുഹമ്മദ് സലയ്ക്കും പ്രായമുള്ള ആൾ തന്നെയാണ്. അതുപോലെ തന്നെ ബെൽജിയത്തിൻ്റെ എക്കാലത്തെയും വലിയൊരു പ്ലെയർ പോൾ പേക്ബേക്ക് ഇറങ്ങി ബോക്സിൻ്റെ ഉള്ളിലൊരു കൂട്ടപ്പൊരിച്ചിലിൻ്റെ ഇടയിൽ എല്ലാവരുടെയും കൂടി കാലേ മുട്ടി ഒരു ഗോളായി. അങ്ങനെയാണ് അവർ കഷ്ടപ്പെട്ട് ബെൽജിയത്തിനോട് തോക്കാതെ ഒരു ഗോളടിച്ച് സമനിലയാക്കിയത്. അത് സെൽഫ് ഗോളായിട്ടാണ് പ്രഖ്യാപിച്ചത്. അവരെല്ലാ കളിക്കാരെയും ഉപയോഗിച്ചു, പക്ഷേ ഗോളൊന്നും നേടാനായില്ല. പക്ഷേ ഈജിപ്റ്റ് നന്നായി കളിച്ചു. ബെൽജിയത്തിൻ്റെ ഗോളി 1-2 നല്ല സേവ് നടത്തി. അല്ലെങ്കിൽ ഞാൻ ആ കളിയിൽ അപ്പറായിട്ട് കാണുന്നത് ഈജിപ്റ്റിനെ തന്നെയാണ്. ബെൽജിയം മോശമാണെന്ന് പറയാനില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ബെൽജിയത്തിനെ പോലെയുള്ള ടീമിനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈജിപ്റ്റാണ് മുന്നിൽ നിന്നതെന്നാണ് എനിക്ക് തോന്നണത്. ഇന്നലെ മുഹമ്മദ് സലയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ ഇനി ഇവരുടെ മുന്നോട്ട് പോക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഗ്രൂപ്പ് ജിയിലെ രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞാൽ ഇറാനും ന്യൂസിലാൻഡുമാണ്. ഇറാന് സ്ഥിരമായിട്ട് ഏഷ്യനെ റെപ്രസെൻ്റ് ചെയ്ത് വേൾഡ് കപ്പ് കളിക്കുന്നതാണ്. അവരും ഇതുവരെ വലിയ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. സൗത്ത് കൊറിയനെ പോലെ സെമി ഫൈനലോ അല്ലെങ്കിൽ ജപ്പാനെ പോലെ ക്വാർട്ടർ ഫൈനലൊന്നും കളിച്ചിട്ടില്ല. എന്നാലും ഒരു സ്ട്രോങ് ടീമായിരുന്നു. ന്യൂസിലാൻഡ് ഒരു വീക്ക് ടീമാണ് ഇറാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ആ കളിയിൽ ഉടനീളം മുന്നിട്ട് നിന്ന് ന്യൂസിലാൻഡാണ്. ആദ്യത്തെ ഗോൾ അടിച്ചത് അവരാണ്. പിന്നീട് അത് ഇറാൻ ഈക്വലൈസ് ചെയ്തു. ന്യൂസിലാൻഡ് പിന്നെ അടിച്ച് 2-1 മുന്നിൽ വന്നു. അവസാന നിമിഷം ഇറാൻ ഒരു ഗോളും കൂടി അടിച്ച് ഡ്രോ ആക്കി. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്താവുമെന്ന് അറിയില്ല. ഇറാൻ ന്യൂസിലാൻഡ് 2-2 ഡ്രോ പിടിച്ചെങ്കിലും മൊത്തം ഗ്രൂപ്പ് ജിയിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബെൽജിയം, ഈജിപ്റ്റ്, ഇറാൻ, ന്യൂസിലാൻഡ്. അപ്പോൾ ഇതിലാരും മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും ഇപ്പോൾ ഒരേ പോയിൻ്റ് ഉണ്ട്. ഓരോ കളിച്ച കളിയെല്ലാം ഡ്രോ ആയി. ഇനി ഇവരിനി മാറി കളിക്കുമ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല. നേരത്തെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബെൽജിയം ഗ്രൂപ്പ് വിന്നേഴ്സായിട്ട് മുന്നോട്ട് പോകും, രണ്ടാം സ്ഥാനത്ത് ഇറാനോ
ഈജിപ്റ്റോ ഒരു ന്യൂസിലാൻഡ് പുറത്ത് പോകുമെന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എനിക്കും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കണം. അതിപ്പോൾ ഗ്രൂപ്പ് ജി ആണെങ്കിലും ഗ്രൂപ്പ് എച്ച് ആണെങ്കിലും മൊത്തം കളി സമനിലയായത് കാരണം ബാക്കി കളി കണ്ടിട്ട് അഭിപ്രായം പറയാം, അതായിരിക്കും നല്ലത്. സ്പെയിനൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ടീമിനും അതേപോലെ തന്നെ തെറ്റുകളൊക്കെ തിരുത്തി ബെറ്ററായിട്ട് മുന്നോട്ട് വരാം. ഏതായാലും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിങ്ങുമാണ്. റിസൾട്ട് ഇല്ലാതിരുന്നതിൽ സങ്കടമുണ്ടെങ്കിൽ തന്നെ ഈ സമനില നേടിയ ടീമുകളെല്ലാം ഓപ്പണൻ്റായിട്ട് നോക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ടീം, അല്ലെങ്കിൽ അവരെക്കാളും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ടീമായതുകൊണ്ട് അത് നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ബാക്കി ഇന്നത്തെ കളി കഴിഞ്ഞ് കാണാം. നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.